ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിൽ ഐസ് ഹൊറർ ഗെയിം പാർട്ട് 8 ആണ്. പാർട്ട് 8 അല്ല, സോറി പാർട്ട് 9 ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കളി കളയുക. കാരണം അനിയത്തി ഐസ് ഹൊറർ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഐസ് ഹൊറർ ഗെയിമിൽ പോയപ്പോ നമ്മുടെ അനിയത്തിയുടെ മുഖം കണ്ടിട്ടുണ്ട്. നമുക്കറിയില്ല, ഇട്ടിട്ടുണ്ട് ഐസ് അനിയത്തിയിടത്തില്. അപ്പൊ ചാനൽ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അനിയത്തി ഇതിലും പറ വീടി പാറ എല്ലാടൊക്കെ പാറ വലിച്ചു പാറ. ഹലോ ഗൈസ്, ഇത് കളിക്കാൻ പോകുന്നു. അപ്പൊ ഗൈസ് അനിയത്തി ആണെങ്കിൽ എത്തിയിട്ടുണ്ട്. സ്ഥലത്ത് അനിയത്തിക്ക് ഈസി ഫുഡാണ് ഗൈസ്. എന്ത് പറയാനാ ഗൈസ്, നമ്മളൊക്കെ പാർട്ട് 8 പാർട്ട് 9 ഒക്കെ വന്നത് കാരണം നമുക്ക് ഹാർഡ് കൂടൊക്കെയാണ്. അനിയത്തി പിടിച്ചു ഗൈസ്. അനിയത്തി ചുമ്മാ ധൈര്യത്തോടെ ഇറങ്ങി പോകും ഗൈസ്. എന്നിട്ട് പ്രേതത്തിന് മുമ്പിൽ പോയാൽ കിട്ടുന്നു കൊടുക്കും. പ്രേതമാണെങ്കിൽ നല്ലൊരു ഉമ്മ കൊടുക്കുകയും ചെയ്യും. നമ്മളൊക്കെ ഹാർഡി കളിച്ച് ജയിച്ചിട്ടുള്ളവരാണ് അല്ലേ. ഒരു വട്ടം നമ്മള് തോറ്റ് പിന്മാറിയത്, പിന്നെ ജയിച്ച് നമ്മൾ ജയിച്ചു. പ്രേരണത്തിന്റെ അടുത്ത് നമ്മൾ ജയിക്കും ഗൈസ്. അപ്പൊ സബ്സ്ക്രൈബ് ബട്ടൺ CRIBE സബ്സ്ക്രൈബ്, അത് അവിടെ താഴെ കാണുക ഒരു ബട്ടൺ. അത് ഞെക്കിയിട്ട് അതിനെക്കുമ്പോ സബ്സ്ക്രൈബർ എന്ന് കാണിച്ചിട്ട് അവിടെ അടുത്ത് ബെൽ ബട്ടൺ കാണും, ഒരു ടിങ് ബട്ടൺ. അത് ഞെക്കുമ്പോഴത്തേക്ക് ALL എന്ന് പറയുന്ന ഓൾ കാണിക്കും. അവിടെ ബെൽ ബട്ടൺ കാണുന്നതാണ് കാണിക്കും. അത് ഞെക്കി കഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പൊ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ നമുക്ക് സബ്സ്ക്രൈബ് ബട്ടന്റെ കൂടെ. അപ്പൊ നമ്മള് ഇതാണ് ഇത്തിരി കഷ്ടപ്പിടിച്ച വഴിയാണ് കളിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്കാണ് നല്ലത് കണ്ടുപിടിക്കേണ്ടത്. അയ്യോ ഗൈസ്, നമ്മളൊന്നും ചാവത്തില്ല ഗൈസ്. കൊച്ച ചാവത്തെങ്കിൽ ചാവട്ടെ, നമ്മളെ കല്ലേ ചേട്ടൻ. അപ്പൊ പെട്ടെന്ന് നമുക്ക് എല്ലാം പോയി റെഡിയാക്കാൻ കഴിയും. നമുക്ക് ഇതിനൊന്നും പേടിയില്ല കഴിയും. നമുക്ക് 30 ചാക്കും കണ്ടുപിടിക്കണം. ഇവിടത് 30 ചാക്കെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ കളിയാ. ഗായ്സ്, നമ്മള് പ്രേരത്തിന് തുമ്പി പിടിക്കരുത്. 6 ചാക്ക് കിട്ടിയ 6 ചാക്ക് കിട്ടിയ അവക്ക്. എടാ, എനിക്ക് ഇത്ര പെട്ടെന്ന് 6 ചാക്ക് കിട്ടിയട്ടാ. അവിടെ കാണത്തില്ല ചാക്ക്, അവിടെ കണ്ണുകാരികൾ കാണുമായിരിക്കും. ഇയാൾ പ്രേരത്തിനെ പോയി പറ്റിച്ചിട്ട് ഇങ്ങോട്ട് വരരുത്. എന്നെ കൊന്നു കളയുമ്പോ നോക്കരുത് പ്ലീസ്. ഞാൻ പാവം പിടിച്ചോരാ, ഞാൻ പാവോട് ഗൈസ്. ആ കൊച്ചെന്നെ കൊന്നു കളയാനൊക്കെ നോക്കിയിട്ടുണ്ട്, ബലി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് പ്രേരത്തിന് തുമ്പി. പ്ലീസ്, എനിക്കിനി ബലി വാങ്ങി മേടിക്കാൻ വയ്യ പ്ലീസ്. ഇയാള് എന്റെ നല്ലത് വേണ്ടി പറയുമോ പ്ലീസ് ഗൈസ്. ഒരു സെറ്റിക്ക് പ്രേരത്തിന് സ്റ്റക്ക് ആക്കിയതാണ്. ഞാൻ 0 ഗ്രാവിറ്റിയിലൊക്കെയപ്പോ തന്നെ അത് കിടന്ന് പുള്ളിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ പ്രേതം എന്നെ പിടിച്ചേ. അവിടെ പോയി ഉപയോഗിച്ചോണ്ടിരിക്കാണ്. പ്രേരത്തിന്റെ തുമ്പി പോയി പെളാൻ തോന്നും. താരോട്ട് പോകാതിരിക്കണ്ട, വേളാണ് നമ്മുടെ ടാർഗറ്റ്. സൂക്ഷിച്ചു ആളെ എന്താ. ആണോ ഇല്ല, ചുമ്മാ കയറി ഇത് കൊടുക്കാ പ്രേരത്തിന്റെ തുമ്പി. പ്രേരം സ്റ്റക്കായ, പ്രേരം സ്റ്റക്കായി കിട്ടിയാ മതിയായിരുന്നു. പ്രേരം താഴെ പോയാ? ഓ പൊട്ടാര മേളിൽ പോയിരിക്കുവാ പ്രേരം. അയ്യോ പിടിച്ചു കായ്സ് പ്രേരം നമ്മളാ. എന്നെ പിടിച്ച് കായ്സ് പ്രേരം നമ്മൾ രണ്ടുപേരെ പിടിച്ചു. ഒന്നിങ്ങനെ കളിക്കുന്ന കായ്. ഞാൻ മേളിൽ തന്നെ ഉണ്ടാ. പൊണ്ടാരല്ലേ വാതു. ഞാൻ ചുമ്മാ കയറി വന്നത്. എല്ലാ ദിവസവും ചോറി പിടിച്ചിറക്കി. എനിക്കാ വട്ട് ചുമ്മാ. ഞാൻ ചോറി പിടിച്ചതൊക്കെ കയറി വന്ന് കഴിഞ്ഞു.
എന്നെ കൊന്ന് കഴിച്ച് ഒരുമിച്ച് ഞങ്ങളെ രണ്ടുപേരെ കൊന്ന് ഇരട്ട കണക്ക്. നമ്മുടെ സ്പെഷ്യൽ ഓട്ടം ഉണ്ട്. ആ ഓട്ടത്തിൽ ഒരാൾക്കും പിടിക്കാൻ പറ്റത്തില്ല നമ്മളാ. ആ സ്പെഷ്യൽ ഓട്ടമാണ് പ്രേതം അങ്ങോട്ട് പോകുമ്പോ നമ്മൾ ഇങ്ങോട്ട് പോവാ എന്നുള്ള ഓട്ടം. ഇനി നമുക്കില്ലല്ലോ അവിടെ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ കണ്ണില്ലെങ്കിൽ അവിടെയാണ് കണ്ണുള്ളത്. ഈ പെട്ടെന്ന് നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ നമ്മളെ പ്രേതം പിടിച്ച് പീസ് ആക്കും ഗൈസ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ പോകാനുള്ള പണി നോക്കാം. ചോറി കുടിക്കാണേക്കാം. സൂക്ഷിച്ച് വെള്ളോട്ട ആള് വെള്ളില്ലല്ലോ. വെള്ളില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ കേറി വരും. കൊണ്ട് വരാം. പ്രേമോട്ട് വന്ന് 5 മിനിറ്റായിരുന്നു അവിടെ കളി ഉണക്കിയിട്ട്. ഇത്ര നേരമായിട്ട് കളി തീർന്നിട്ടില്ല. ഈ കോമ്പിനേഷൻ എടുത്തേക്ക്. ഞാൻ അടുത്ത ബാത്റൂമിലൊക്കെ പോയിട്ട് വരാവേ. കേറി കൊടുക്കില്ല. എനിക്കോട് വാടി പേടിയാ. പ്രേതം ബാത്റൂമിൽ കയറും. നേരത്തെ കക്കൂസി പോണോന്നൊക്കെ ചെക്കായിരിക്കാറുണ്ട്. തകർന്ന് കാണിക്കുന്നുണ്ട്. അതിനാ വെട്ടിയ പിടിക്കാത്ത എന്തായിട്ട് മാത്രം വന്നൊക്കെ പിടിച്ചോളെ കളി. ഞാൻ അവിടെ തന്നെ ഇല്ല. ഞാൻ വേണി വരാൻ നോക്കാം. ഇത് ഞാൻ അവളെ സ്റ്റക്കാക്കിപ്പിച്ചിട്ട് തന്നെ വായിക്കാരി. അവളെ പിടിക്കുന്നതിന് പകരം എന്നെ പിടിച്ചത്. അവൾക്ക് പണി കൊടുത്തേ പറ്റും. അവൾക്ക് ഭയങ്കര ഒരു പണി കൊടുത്തിട്ട് തന്നെയല്ലോ ബാക്കി കാര്യം. മാറിയടാ പാട്ടി. ചുമ്മാ വന്നിങ്ങനെ നിൽക്കുക. ഞാന് റോബ്ലോക്സിലാണ് വിളിച്ചതാ. അവൻ മാറിയിരിക്കുന്നില്ല. ചുമ്മാ അവിടെ വന്നിട്ട് ചക്കരിക്കുന്നതൊക്കെ ഇങ്ങനെ നിൽക്കുക. ശരി. ആ പൊട്ട കാരണം അതൊക്കെ സംഭവിച്ചത്. ഇപ്പൊ ജസ്റ്റ് ഇതിന് പ്രേതം പിടിക്കേണ്ടതാ. ഇവിടെ പ്രേതം പിടിച്ചിട്ടുണ്ട്. പ്രേതമേ നീ ആരണോ അതൊക്കെ സംഭവിച്ചത്? നിന്നെ ആ പ്രേതത്തിന്റെ അടുത്ത് പിടിച്ചു കൊടുക്കോളാ. അവനാണെ ചുമ്മാ അതൊക്കെ വിൽക്കുക. വട്ടുപിടിച്ച അടക്ക്. അയ്യോ പ്രേതം പെരുത്ത് വെളി തന്നെ നിക്കലേ. പോയില്ലടി എന്താ ചുമ്മാ താഴാതാ പ്രേതം. അത് വേഗമുണ്ടല്ലോ. അയ്യോ 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 പ്രേതം 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 പ്രേതം. വേഗമുണ്ടല്ലോ ഇയാള്. അയ്യോ മാറി പിടിച്ചാ. സാധനം വേറെ പ്രേതം. ഇയാള് തില്ല അവിടെ തന്നെ തില്ല്. ഞാൻ സ്റ്റക്കാക്കണോക്കി എനിക്ക് താഴെ പോണം. പ്രേതം കുറച്ച് പറ്റിച്ചിട്ടൊക്കെ പോവാ. ഫസ്റ്റ് മേളിലൊക്കെ പോയി ചാക്കൊക്കെ എടുക്കാൻ ഓടിക്കോ. എന്നെ പിടിക്കാൻ പറഞ്ഞോണ്ടിരിക്കുക പ്രേതം. ഒരാളെ റണ്ണെന്ന് കളിച്ചു കഴിഞ്ഞാൽ അവരെ മാത്രമേ പോയി പിടിക്കത്തുള്ളൂ. വേറെ ഒരാളെ പിടിക്കത്തില്ല എത്ര വലുതാലും. നമ്മൾ വാഹനമൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി കഴിയാം. അപ്പൊ തന്നെ പ്രേതം അവിടെ ടെലിപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ആളൊക്കെ. അപ്പൊ നമുക്ക് താഴെ പോവാം. പെട്ടെന്ന് വെളി വാ. വേളി വരുന്നത് ഇയാളുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് ഞാൻ. ഇയാളുടെ നല്ലതിന് പറയുന്നത്.
നേരത്തെ കണക്ക് ബാത്റൂമിൽ തന്നെ പിടിക്കല്ലേ. നല്ല കാര്യമല്ലേ പിടിച്ചിരുന്നു. ചുമ്മാ നമ്മൾ കയറി ഇത് കൊടുക്കാനായിട്ട് നമ്മൾ പിടിക്കാതില്ല. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അതോടെ തീർന്നു നമ്മളെ കാര്യം. അത് പിന്നെ കേറാൻ കഴിയും. ലാസ്റ്റ് അങ്ങനെ കേറാൻ മാത്രമേ ഭാഗ്യം ഉണ്ടെങ്കിൽ. എന്താ ജയിച്ചാ? അത് ജയിച്ചില്ല. അത് ചുമ്മാ വാഴാക്കി കളിക്കുമോ നമ്മളടുത്ത്? അത് നമ്മക്കൊന്നും നോക്കണ്ട. അതായത് നമുക്ക് നല്ലവണ്ണം സൗണ്ട് കുറച്ച് വെച്ചേക്കാം. നല്ല കൂട്ടി വെച്ചേക്കാം കൈ സൗണ്ട്. പ്രേരണങ്ങളെ പദം അറിയണ്ടേ കൈ? പ്രേരണ പദോട് ചിലപ്പോ നമ്മുടെ അനിയത്തിൽ പോകാൻ സാധനമൊക്കെ നമ്മള് പയ്യ കളിയാണ്. പയ്യ കളി അത് മാറ്റണം. പച്ച കളറി അവിടെ നിന്ന് പോയി. എവിടെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. പക്ഷെ പാമ്പാ. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലായിരുന്നു, ജയിച്ചില്ലായിരുന്നു, തോറ്റുപോയതാ. പ്രേരം ചെക്കായ എത്ര നേരമായിട്ട് പോയില്ലല്ലോ. പ്രേര ചെക്കായ ചെക്കായില്ല. വേറെ താഴത്തിറങ്ങി പോകുന്നു. അനിയത്തി പോയി കളിന്ന്. ഈ പ്രേതത്തിന് വേറെ പണിയില്ല ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പ്രേതം എന്ത് താഴോട്ട് പോകും? 2000 വർഷം കഴിഞ്ഞാൽ പ്രേതം താഴോട്ട് പോകില്ല. പ്രേതത്തിനെ നേർച്ച ആരാ ഈ പ്രേതത്തിനകത്ത് ചാരിക്കുന്നത്? ആരെയും പോയി കടിച്ചതാണ് പ്രേതം. താഴോട്ട് പോയി പാവമാര് പോയി തിരിച്ചു കൊടുത്തതാ. കുമ്പെടുക്കാന്ന് പറഞ്ഞു. അവന്മാരുടെ തെറ്റാ, നമ്മുടെ തെറ്റല്ലേ. അവന്മാർ ചെന്ന് കൊടുത്തിട്ട് ഡാൻസ് കളിച്ചു പ്രേതത്തിനുണ്ട്. കുമ്പെടുപ്പാ. അതുകൊണ്ടാണ് അവന്മാർക്ക് പറ്റിയ പ്രശ്നം. പ്രേതം എപ്പോ താഴോട്ട് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. ഭാഗ്യത്തിന് പ്രേതം താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചാക്കെടുത്തിട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ നമ്മളെ പിടിച്ച് തിന്നു കളയാം. അങ്ങേര് നമ്മളെ പിടിച്ച് തിന്നിട്ട് വേണം നമ്മുടെ കാര്യം ചെയ്യാൻ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ചാക്കൊക്കെ എടുത്തിട്ട് നമ്മളെ പിടിപ്പിക്കുമ്പോ അങ്ങേര് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആയിപ്പോത്തില്ലേ. കായ്സിനിപ്പോ 15 ചാക്കിന്റെ കളിയാണ് കഴിച്ചു. അയ്യോ അതിന് ഒരു ചാക്കേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ചാക്ക് കിട്ടണേ അവീന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം. കണ്ണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ചെയ്യാം. എന്തിനാണ് കുമ്പിടുപ്പാന്ന് പറഞ്ഞിട്ട് എന്ത് വിളിക്കുന്നത്? അയ്യോ പെട്ട് എട്ടാരപ്പ കഴിച്ചോന്ന് 3 ചാക്ക് കഴിച്ചിരിക്കുന്നു. അപ്പൊ കാര്യം നമുക്ക് 8 ചാക്ക് കിട്ടിയിട്ടുണ്ട്. 18 ചാക്ക്. ഇപ്പൊ നമുക്ക് 15 ചാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കാര്യം. ഇനി നമുക്ക് എത്ര ആയിരിക്കും കിട്ടേണ്ടത്? ഒരു 12 ചാക്ക് കിട്ടിയാൽ മതി കഴിച്ചു. നമുക്ക് അത് താഴെ വരെ കിട്ടും. താഴെ കിട്ടുന്ന ചാക്കാണ് 12 ചാക്ക്. പക്ഷെ പ്രേതത്തിലിട്ട് സൈഡ് പൊട്ടിക്കണം. എന്നിട്ടാണ് 12 ചാക്കിന്റെ അടുത്ത പണി. ഫസ്റ്റില് നമുക്ക് പ്രേതത്തിനെ പറ്റിക്കാൻ. അപ്പൊ നമുക്ക് പ്രേതത്തിനെ കാത്തിരിക്കാം ഇവിടെ. പ്രേതമേ എപ്പ വാ, നമുക്ക് പോവണ്ടേ? നമുക്ക് പോയിട്ട് ജയിക്കണം പ്രേത. പെട്ടെന്ന് വാ. ഇനി പാടി പോടി. അവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ നേരെ റണ്ണെന്ന് കാണിക്കും. പിന്നെ നമുക്ക് വെറുതെ ആയി പോകും നമ്മുടെ അധ്വാനം. നമ്മളെന്തിനാ കാര്യം നമ്മുടെ അധ്വാനം വെറുതെ ആക്കുന്ന? അവളുടെ നേരെ റണ്ണെന്ന് കാണിച്ചാൽ നമ്മള് ഓടാനൊക്കെ പറ്റും.
ഇങ്ങോട്ട് ഓടി വന്നാലും നമുക്ക് ഓടാൻ പറ്റും. അവളൊക്കെ നമ്മള് സഹായിക്കില്ല. ഗൈസ് വേറെ എത്ര എണ്ണത്തിനെ കൊല്ലുന്നത് നിരന്നിരിക്കും എല്ലാവരും മുട്ടായി മേടിക്കാൻ. അത് കേട്ടാ ചേർക്കാൻ മാറിയില്ലടാ. എട്ടുകാര് ചേർക്കാം. എടാ പ്രേതായിരിക്കും പെട്ടെന്ന് എനിക്ക് ഓഫീസിൽ ഇമ്പോർട്ടന്റിൽ ജോലിക്ക് പോകണം. പ്രേത പെട്ടെന്ന് എനിക്ക് ജോലിക്ക് പോകണം. ഈ പ്രേതം ഇപ്പോഴെങ്കിലും വരുമോ ഗൈസ്? 2000 വർഷം കഴിഞ്ഞ് ഇതുവരെ ആയിട്ടും പ്രേതം വന്നിട്ടില്ല. വേറെ ഒരു സ്റ്റക്കായി കിടക്കുവാണോ? അറിയാൻ വയ്യ. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും പ്രേതം വരുന്നത്. പിന്നെ തീർന്നു നമ്മുടെ കാര്യം. എപ്പ വരും പ്രേതമായിരിക്കും? ഇതിപ്പോഴങ്ങനെ വരുമോ കാര്യം? എനിക്ക് വയ്യ. അപ്പൊ നമ്മൾ മരിച്ചു ഇവിടെ ഇരുന്നിരുന്നിരുന്ന്. എടാ അട്ടുകാലി ചേർക്കാം. അവളെ പോവാ. അവനായിട്ട് അവന്റെ കാര്യം തീർന്നു. എടാ ഈ പ്രേതം ഇപ്പോഴങ്ങനെ വരുമോ? പോരെ എനക്കൊന്നും അറിയെടുത്ത് പ്രേതം. നമുക്കങ്ങനെ കണ്ണു വെച്ച് നോക്കിയാ ഇവിടെ നിന്ന് നോക്കാം. ഇപ്പോഴും അമേരിക്കയിൽ വരാൻ തോന്നിയിരുന്നു. രമ്യ ലൈക്കിട്ട് കോക്കോ കോക്ക കാക്കി കാക്ക ചുമ്മാ പാട്ടിടല പണി. പെട്ടെന്ന് പ്രേതമേ വാ. ഈ വാതിലടാ. ഇല്ലല്ല ആവശ്യം. വീട്ടിൽ മാറിവാ. ഒരു കാര്യം ചെയ്യും. പ്രേതത്തിന്റെ അടുത്ത് പോയി ആരാണ് രണ്ടത് കാണിക്കുന്നത്. എന്നെ പിടിക്കത്തില്ല. കാട്ടില്ല. എന്നെ പിടിക്കാതെ പോയി. അതാണ് അവനെ പിടിച്ചില്ല. അതുകൊണ്ട് എന്നെ പിടിച്ചില്ല അവൻ. അതാണ് പണി. ഇവിടെ കേറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കേറി നമ്മളിവിടെ. ഇതാണ് പഠിക്കട്ടെ. അപ്പൊ കാര്യം നമ്മള് കുറെ നേരമായി 20 മിനിറ്റൊക്കെ കഴിഞ്ഞാലേ നമ്മൾ ജയിക്കുമെന്ന് തോന്നുന്നത്. അത്രയ്ക്കും ഗൈസ് നമ്മളിപ്പോ കുറെ നേരമായിട്ടുണ്ട് ഗൈസ്. ഇതുവരെ നമ്മൾ ജയിക്കും. ഈ ഒരു പുലികളി നിർത്തിയാലേ നമുക്ക് അനങ്ങാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളൊരു കാര്യമുണ്ട്. ഇവരാണ് ഗൈസ് വന്നത്. നമുക്കൊന്ന് നോക്കാം. ഗൈസ് ഇപ്പഴങ്ങളെ പോവോ ഗൈസ്? ഈ സാമാനം ഇളപ്പോ നല്ല ഇളക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ ചെറുക്ക 8 കാലം വന്ന് ചുമ്മാ കയറിയത് നല്ല ചെയ്യാൻ പ്രയത്ന. അവിടെ സമയം വേസ്റ്റ് ആവുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് കണ്ടില്ലേ എന്നൊക്കെ ഡാൻസ് കളിക്കാതാ. 8 കാലം മതി ആരുടെ സംഭവിക്കുന്ന അങ്ങോട്ട് ചുമ്മാ പ്രേരത്തെ ഇൻവൈറ്റ് ചെയ്തോണ്ട് വരുക. പിന്നെ മതി 8 കാലം മതി. 8 മതിയാണതൊക്കെ. 8 കാലം മതി. ഒന്ന് മേളിൽ കയറിയിട്ട് അവരായിട്ട് ചുറ്റിക്കാൻ അറിയായിരുന്നു. ഇപ്പോഴാണ് ഈ പുലികൾ കറക്കുമോ? ഈ പ്രേതം ഇപ്പൊ എന്തെങ്കിലും പോവുമോ കാര്യം? ചുമ്മാ എടി നീ എന്തിനാ പ്രേതത്തിനെ പോയി വിളിച്ചോണ്ട് വരുതാ? അപ്രേതപ്പി കഴിച്ചു നോക്കി. പറ്റിയ സമയമാണ് കഴിച്ചു. അങ്ങനെ ചാക്കൊക്കെ പറ്റിയ സമയമാണ്. അയ്യോ ഓടിച്ചോടിച്ചോടിച്ചോടി. ഒന്ന് അപ്പൊ ഇപ്പോഴെല്ലാം പ്രേതം പോകുമോ കാര്യം? നമുക്കിന്റെ ഒരു നമുക്ക് ഇത്ര കൂടെ ചാക്ക് മതി ഗൈസ്. ചുമ്മാ ഗൈസ് ഒന്നൊരു കഷ്ടമാണ്.
കണ്ണൊക്കെ കിട്ടുന്ന സമയത്ത് കണ്ണൊക്കെ ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളഞ്ഞ പിന്നെ ഭയങ്കര പാടാണ് ഇനി ഇത്തിരി കൂടെ ഉള്ളു നമ്മൾക്ക് കിട്ടാൻ 3 ചാക്ക് മതി കിട്ടിയത്. താഴോട്ട് ഇറങ്ങുന്നോന്ന് എനിക്കൊരു ഡൗട്ട് കണ്ട്. പ്രേരത്തിനെ ടോട്ടിക്കാം ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടോട്ടിക്കുമ്പോ നല്ല രസമാണ് ഗൈസ്. ആ രസം എവിടെയും കിട്ടത്തില്ല ഗൈസ്. അത്രയ്ക്ക് സൂപ്പറാണ് ഗൈസ് പ്രേരത്തിനെ ടോട്ടിക്കാന്ന് പറഞ്ഞാൽ. എടാ പ്രേരത്തിനെ ഇൻവൈറ്റ് ചെയ്തോണ്ട് വരല്ലേ. നിന്റെ ആരോഗ്യത്തിന് നല്ലതാ പ്രേരത്തിനെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുന്നത്. പ്രേരത്തിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ മരണം ഉറപ്പാ. എനിക്കൊന്നുമില്ല, അവന്റെയൊക്കെ മരണമാ ഉറപ്പ്. എന്റെ മരണമൊന്നും അല്ലല്ലോ ഉറപ്പ്. ചുമ്മാ പ്രേരത്തിന് ഇൻവൈറ്റ് ചെയ്തോണ്ട് ഇവിടെ കിടന്ന് കുളിർന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇവിടെ ചാക്കുകളും എല്ലാം നോക്കണം. ചാക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ് അവർക്ക്. അവർക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. കളക്റ്റബിൾ ബാഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രേരത്തിന്റെ പണി. ഇനി നമുക്ക് പ്രേരത്തിനെ ടോട്ടിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ഇനി നമുക്ക് പ്രേരത്തിനെ ടോട്ടിക്കാനുള്ള സമയം വന്ന് ആ പ്രേരം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കളി ജയിച്ചിരിക്കുന്നു ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് ബെൽ ബട്ടൺ അമുക്കുക. നമ്മൾ ഹാർഡ് മോഡിൽ ജയിച്ചിരിക്കുന്നു ഗൈസ്. പാർട്ട് 9 ഗൈസ് നമ്മളിപ്പോ കളിച്ചത്. അപ്പൊ ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ സ്പെല്ലിങ് SUBSCRIBE സബ്സ്ക്രൈബ്. 3 നെക്കിയിട്ട് ഇവിടെ താഴെ കാണും. അത് നെക്കിയിട്ട് അവിടെ ബെൽ ബട്ടൺ പോലത്തെ ഒരു ബട്ടൺ കാണും, ഒരു ടിക്കിങ് ബട്ടൺ. ആ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് ഏലെന്ന് കാണിക്കും ഓളെന്ന്. അവിടെ ഞെക്കി കഴിഞ്ഞാൽ അവിടെ ബെൽ ബട്ടങ്ങൾ നനങ്ങി നമുക്ക് കാണും. അതിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആയി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനോട് ബെൽ ബട്ടൺ നമുക്ക്. ബൈ ബൈ.